SIR-ന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസമാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതല്ലേ? പേരുണ്ടോ എന്ന് എല്ലാവരും ചെക്ക് ചെയ്തിട്ടുണ്ടാകും. ഇനി അഥവാ പേരില്ല എന്നുണ്ടെങ്കിൽ പേര് ചേർക്കാൻ ഇനിയും അവസരമുണ്ട്. അതുകൊണ്ട് ടെൻഷൻ വേണ്ട. അപ്പോൾ പേര് ഇനി ചേർക്കുമ്പോഴത്തേക്കും നേരത്തെ നിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് എങ്കിലും പുതിയ വോട്ടറായിട്ടായിരിക്കും നിങ്ങളെ ഉൾപ്പെടുത്തുക. കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കാം. തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന ദിവസം വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷിക്കാം. എന്നാൽ അവസാന ദിവസം വരെ കാത്തിരിക്കേണ്ട. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിൽ ഇതിനുള്ള സൗകര്യമുണ്ട്. 2026 ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായവർക്കും SIR സമയത്ത് വോട്ട് ചേർക്കാൻ കഴിയാത്തവർക്കും 2026 ജനുവരി 1-ന് ശേഷം 18 വയസ്സ് തികയുന്നവർക്കും voters.eci.gov.in വഴിയോ ECI നെറ്റ് മൊബൈൽ ആപ്പ് വഴിയോ BLO വഴിയോ പേര് ചേർക്കാൻ അപേക്ഷിക്കാം. പുതുതായി ചേർക്കുന്നവരുടെ പേര് സപ്ലിമെന്ററി പട്ടികയായി പുറത്തിറക്കും. കൂട്ടിച്ചേർക്കലും തിരുത്തലുമൊക്കെ വരുത്തിയത് ഇതിലുണ്ടാകും. ഇപ്പോൾ പ്രസിദ്ധീകരിച്ച പട്ടികയിലും തിരുത്തൽ വരുത്താം. പുതുതായി പേര് ചേർക്കുന്നവർക്ക് ഹിയറിംഗ് ഇല്ല. എന്നാൽ പേര് ചേർക്കാൻ ജനന തീയതിയും വിലാസവും തെളിയിക്കുന്ന രേഖ അപ്ലോഡ് ചെയ്യണം. ജനന തീയതിക്ക് ജനന സർട്ടിഫിക്കറ്റ്, SSLC സർട്ടിഫിക്കറ്റ് എന്നിവ മതിയാകും. വിലാസം തെളിയിക്കാൻ ആധാർ കാർഡ് മതിയാകും. പുതുതായി പേര് ചേർക്കുന്നവർക്ക് വോട്ടർ ID കിട്ടും. ID കാർഡ് കിട്ടിയില്ലെങ്കിലും കമ്മീഷൻ പറയുന്ന മറ്റ് രേഖകളിൽ ഒന്ന് കാണിച്ച് വോട്ട് ചെയ്യാം. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുമാകും.